പരിസ്ഥിതി അവബോധം ലക്ഷ്യമിട്ട് കവ്വായി കായലോരത്തെ തീരദേശപാതയിലൂടെ എൻവയൺമെന്റ് മാരത്തോൺ സംഘടിപ്പിച്ചു. അത്ലറ്റിക് ഫ്രണ്ട്സ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വടക്ക് ഭാഗം മുതൽ തെക്കേ അറ്റത്തെ തയ്യിൽ കടപ്പുറം വരെ മാരത്തോൺ സംഘടിപ്പിച്ചത്. അത്ലറ്റിക് ഫ്രണ്ട്സ് ഇന്ത്യ ടീമിന്റെ നേതൃത്വത്തിലാണ് പരിസ്ഥിതി അവബോധം വളർത്തുന്നതിന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടത്തും വലത്തുമുള്ള കടലിനും കായലിനുമിടയിലൂടെ തീരപാതയിൽ മാരത്തൺ നടത്തിയത്. പ്രകൃതിയെ സംരക്ഷിക്കുക, ലഹരി വസ്തുക്കളെ വർജിക്കുക എന്നീ സന്ദേശങ്ങൾ ഉയർത്തി നടത്തിയ മാരത്തണിൽ ബ്രാൻഡ് അംബാസിഡറും കഴിഞ്ഞ ദിവസം മൂന്നാർ കോതമംഗലം 80 കിലോമീറ്റർ സഹ്യാദ്രി മാരത്തോൺ പൂർത്തീകരിച്ച പാലക്കാട് സ്വദേശിയുമായ സുകേഷ് പുന്നിയിൽ, സർവകലാശാല അത്ലറ്റ് മലപ്പുറത്തെ സഹീർ കാവന്നൂർ, അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റുകളിലെ ജേതാക്കൾ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന താരങ്ങൾ പങ്കെടുത്തു. വലിയപറമ്പ് പാലത്തിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ പരിസ്ഥിതി സൗഹൃദ മാരത്തൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. നാട്ടുകാർക്കും നാടിനും മാതൃകാപരമാകുന്ന ഒരു പോസിറ്റീവ് ചിന്തകളിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാനാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വീതി കുറഞ്ഞതുമായിട്ടുള്ള ഈ തീരദേശ പഞ്ചായത്തിലെ വലിയപറമ്പ് പാലം മുതൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റമായിട്ടുള്ള തയ്യൽ സൗത്ത് കടപ്പുറത്തേക്ക് മാരത്തോൺ ഓട്ടം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത്രയും ഓട്ടക്കാർ, എണ്ണം പറഞ്ഞ ഓട്ടക്കാർ, അതുപോലെ ഗുസ്തിയിൽ ഉൾപ്പെടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ, അതിനൊപ്പം നിങ്ങളോട് ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ളത്, ഒരുപക്ഷെ വലിയപറമ്പായതുകൊണ്ടാവാം, സാധാരണ രീതിയിൽ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു തീരപ്രദേശത്ത് നമ്മുടെ തീരപ്രദേശത്തിൻ്റെ മണൽത്തരികളോട് കിന്നാരം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും 65ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടും ചുറുചുറക്കോടെ എൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ബാലകൃഷ്ണൻ ഈ നാടിനും ലോകത്തിനും മാതൃകയാണ്. പി ബഷീർ അധ്യക്ഷത വഹിച്ചു. അത്ലറ്റിക് ഫ്രണ്ട് ഇന്ത്യ പ്രസിഡന്റ് MC താജുദ്ദീൻ, ഹോസ്ദുർഗ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ വി സലാം എന്നിവർ സംസാരിച്ചു. തയ്യിൽ സൗത്ത് കടപ്പുറത്ത് നടന്ന സമാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K മനോഹരൻ മെഡലുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.